അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൽഹംദുലില്ലാഹി ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സദാ വർഷിപ്പുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ വിളിക്കായി കാത്തു നിൽക്കുകയാണ്. നമ്മളുടെ ഉടമ അള്ളാഹു ആയതുകൊണ്ട് നമ്മളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മൾ അർപ്പിക്കേണ്ടത് അള്ളാഹുവിനാകുന്നു. അള്ളാഹു അക്കാര്യം പറയുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും. നീ എന്നോട് പ്രാർത്ഥിക്കൂ, എങ്കിൽ ഞാൻ നിനക്ക് ഉത്തരം നൽകാം. അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമ ഇബാദുർ റഹ്മാനെ കുറിച്ച് അള്ളാഹു പറയുന്ന കാര്യമുണ്ട്. സൂറത്തുൽ ഫുർഖാനിലെ 64-ാമത്തെ ആയത്തിൽ പറയുന്നത്, വല്ലദീന യബീതൂന ലി റബ്ബിഹിം സുജ്ജദൻ വഖിയാമ. തങ്ങളുടെ രക്ഷിതാവിന് സുജൂദ് ചെയ്യുന്നവരായിക്കൊണ്ടും രാത്രി നിന്ന് നമസ്കരിക്കുന്നവരായിക്കൊണ്ടും കഴിച്ചു കൂട്ടുന്നവരാണ് അവർ. ആ ഇബാദുർ റഹ്മാൻ യഥാർത്ഥ അടിമ ആ നമസ്കാരത്തിലുടനീളം അള്ളാഹുവിനോട് അവൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ അള്ളാഹു വേണ്ട സമയത്ത് കൃത്യമായി ഉത്തരം നൽകുകയും പ്രതിവിധി നൽകുകയും ചെയ്യുന്നതാകുന്നു. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ആഗ്രഹിച്ചത് നടന്നില്ല എന്ന് വരാം. അതിനർത്ഥം നമ്മൾക്കത് ആവശ്യമില്ല, അതിനെക്കൊണ്ട് ഉപകാരത്തേക്കാളേറെ ഉപദ്രവമായിരിക്കും. ഒരു കഥയുണ്ട്. ഒരു സംഘം ആളുകൾ കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് കടലിൻ്റെ ഭാവം മാറി അതിശക്തമായ കൊടുങ്കാറ്റ് കപ്പൽ മുങ്ങുന്നു. ചുരുക്കം പേർ മാത്രം രക്ഷപ്പെടുന്നു. ഒരു മനുഷ്യനെ തിരമാലകൾ തട്ടിക്കളിച്ച് ദൂരെ ഏതോ ഒരു ദ്വീപിലേക്ക് തള്ളിവിടുകയാണ്. ബോധം തിരിച്ചു കിട്ടിയ അദ്ദേഹം ആദ്യം ചെയ്തതെന്താണെന്നോ നിലത്ത് മുട്ടുകൊത്തി നെറ്റി മണ്ണിൽ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. കരുണാവാരിധിയായ അള്ളാഹുവേ, ഈ വിഷമാവസ്ഥയിൽ നീ എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന്. ദ്വീപിലുള്ള പഴങ്ങൾ പറിച്ചു തിന്നും മുയലിനെ പിടിച്ച് ചുട്ടു തിന്നും അദ്ദേഹം ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. മരച്ചില്ലകളും കൊമ്പുകളും കൊണ്ട് ഒരു കുടിലും അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. ഒരിക്കൽ ഭക്ഷണത്തിനായി പാകം ചെയ്യുവാൻ അടുപ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം മെല്ലെ വീട്ടിൻ്റെ പുറത്തിറങ്ങി ഒന്ന് ചുറ്റുപാടുകളൊക്കെ കറങ്ങി നടക്കുമ്പോൾ അദ്ദേഹം കണ്ടത് കരളിക്കുന്ന കാഴ്ചയായിരുന്നു. ആ തീ പടർന്ന് പന്തലിച്ചുകൊണ്ട് ആ കട്ടിയുണ്ടാക്കിയ കുടില് കത്തിച്ചാമ്പലായി. അതോടൊപ്പം വിശക്കാൻ തുടങ്ങി ബോധം കെട്ട് ഉറങ്ങിപ്പോവുകയും ചെയ്തു. ഉണർന്നപ്പോൾ കാണുന്നത് ഒരു ലൈഫ് സേവിങ് ബോട്ടാണ്. അത് കണ്ടപ്പോൾ അദ്ദേഹം ഒന്ന് ഞെട്ടി. അടുത്തുണ്ടായിരുന്ന കപ്പലിൽ നിന്നും അയച്ചതായിരുന്നു ആ ലൈഫ് സേവിങ് ബോട്ടിന്. അതിൽ കയറി കപ്പലിലെത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ അവിടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? അപ്പോൾ പറഞ്ഞു, അവിടെ നിന്നും തീ കത്തി പുക പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ ആരോ അവിടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ രക്ഷിക്കാനായി ആ ലൈഫ് സേവിങ് ബോട്ട് അയച്ചത്. ഇതിലും കണ്ണു തുറപ്പിക്കുന്നതാണ് ഖുറാനിൽ അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തന്ന യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ. ആ നാട്ടുകാർക്ക് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്തത്തിൽ നിന്നും ജനങ്ങളുടെ മടുപ്പ് കാരണം പിന്മാറിയ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പരീക്ഷിച്ചത് മറ്റൊരു കപ്പൽ യാത്രയിലൂടെയായിരുന്നു. കാറ്റിലും കോളിലും പെട്ട കപ്പലിന് രക്ഷപ്പെടുത്തണമെങ്കിൽ അതിൽ ഭാരം കുറക്കണം. അതിൽ ഒരു പാസഞ്ചറെ അതിൽ നിന്നും എടുത്തു മാറ്റണം. ഞെരുക്കിട്ട് വന്നപ്പോൾ യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഞെരുക്കാണ് വന്നത്. ചെറുപ്പക്കാരനായതിനാൽ വീണ്ടും ഞെരുക്കെടുത്തു. രണ്ടാമതും മൂന്നാമതും യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് തന്നെ വന്നപ്പോൾ നിർബന്ധിത അവസ്ഥയിൽ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ കടലിലേക്ക് വലിച്ചെറിയേണ്ടി വന്നു. ഒരു വലിയ മത്സ്യം വന്ന് അദ്ദേഹത്തെ വിഴുങ്ങുകയും ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ സുരക്ഷിതമായി നിലകൊള്ളുന്ന സമയത്ത് യൂനുസ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന അള്ളാഹു നമ്മെ അറിയിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന കേട്ട മലക്കുകൾ അള്ളാഹുവോട് റിക്വസ്റ്റ് ചെയ്തു, അള്ളാഹുവെ, നിൻ്റെ അടിമ യൂനുസിൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത്, അവനെ നീ രക്ഷപ്പെടുത്തണമേ എന്ന്. അള്ളാഹുവിൻ്റെ മറുപടിയുണ്ട്, അവൻ മുമ്പേ എന്നെ തസ്ബീഹ് ചെയ്യുകയും എന്നെ ഓർക്കുകയും ചെയ്യാത്ത ആളായിരുന്നെങ്കിൽ അവനെ ഞാൻ ഒരുപാട് കാലം മത്സ്യത്തിൻ്റെ വയറ്റിൽ തന്നെ വെക്കുമായിരുന്നു. പ്രപഞ്ചനാഥ, നിന്നോട് പ്രാർത്ഥിക്കുകയും നിന്നോട് സഹായം ചോദിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ
ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ